ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജി അന്താരാഷ്ട്ര കായിക കോടതി പരിഗണിക്കുന്നു. വെള്ളി മെഡലിനായാണ് അപ്പീൽ. ഇന്ന് ഇന്ത്യൻ അഭിഭാഷകനായ ഹരീഷ് സാൽവെ ഫോഗട്ടിന് വേണ്ടി ഹാജരായി. വിവരങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും സജിഷയുണ്ട്. സജിഷ, ഈ ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജി ഇപ്പോൾ പരിഗണിക്കുകയാണല്ലോ. വെള്ളി മെഡലിനായാണ് അപ്പീൽ പോയിരിക്കുന്നത്. അഭിഭാഷകനായ ഹരീഷ് സാൽവ ഫോഗട്ടിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കാമോ? ബിനു, വിനേഷ് ഫോഗട്ട് ഈ പ്രശ്നത്തിൽ 2 കോടതിയിലാണ് പരാതി നൽകിയിട്ടുള്ളത്. 2 പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന് പാരീസിലുള്ള അന്താരാഷ്ട്ര കായിക കോടതിയിൽ, മറ്റൊന്ന് ദില്ലി ഹൈക്കോടതിയിൽ മറ്റൊരു കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരേ ദിവസമാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം അന്താരാഷ്ട്ര കായിക കോടതിയിൽ നൽകിയ പരാതിയെക്കുറിച്ച് തന്നെ പറയാം. അത് ആദ്യം ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വർണ്ണ മെഡലിന് അർഹതയുണ്ട് എന്ന രീതിയിൽ സ്വർണ്ണ മെഡൽ അതിനുവേണ്ടി ഫൈനലിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴേക്കും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വിധി വിനേഷ് ഫോഗട്ടിനും ഫൈനലിന് മണിക്കൂറുകൾക്ക് മുമ്പ് അയോഗ്യയാക്കിയതുകൊണ്ട് തന്നെ സ്വർണത്തിന് അനുവദിക്കില്ല എന്ന ഒരു നിലപാടാണ് ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് കോടതി. അതുകൊണ്ട് തന്നെ അന്ന് പാരീസിലുള്ള 4 അഭിഭാഷകരായിരുന്നു വിനേഷിന് വേണ്ടി ഹർജി ഫയൽ ചെയ്തതും. പക്ഷേ അതിനുശേഷം അങ്ങനെ സ്വർണം ലഭിക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് വെള്ളിക്ക് വേണ്ടിയിട്ടാണ്, സംയുക്ത വെള്ളിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നീട് അപ്പീൽ നൽകിയിട്ടുണ്ടായിരുന്നത്, ഇന്നലെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നതും. ഇതിൽ ഫോഗട്ടിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഹരീഷ് സാൽവെ. കാരണം അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അത്രയും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു അഭിഭാഷകനെ തന്നെയാണ് ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത് ഹരീഷ് സാൽവെ. കാരണം ഒരുപാട് രാജ്യാന്തര കേസുകൾ പോലും അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒട്ടേറെ കേസുകൾ വിജയിച്ചിട്ടുള്ള ചരിത്രമുള്ളതാണ് ഹരീഷ് സാൽവയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുമുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഓൺലൈനിലാണ് ഇപ്പോൾ വാദം ഉന്നയിക്കുന്നത് ഫോഗട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫോഗട്ടിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രമക്കേടും നടത്തിയിട്ടില്ല ഈ സംഭവത്തിൽ. കാരണം മത്സരത്തിന് മുമ്പ് 50 കിലോയിൽ താഴെയാണ് ഭാരമുണ്ടായിരുന്നത്. മത്സരത്തിന് ശേഷം സെമി ഫൈനൽ വിജയിച്ച ശേഷമുള്ള പരിശോധനയിലാണ് ഭാരം കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയത്ത് പോലും 12 മണിക്കൂർ ജലപാനം, ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായി ഒരു കായിക താരത്തിന് സംഭവിക്കുന്ന സ്വാഭാവിക ശാരീരിക പ്രക്രിയകൾ മാത്രമാണ് എന്നാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് കോടതിയിൽ വാദം ഉന്നയിക്കുന്നത്. ഒരു നിയമപരമായിട്ടുള്ള ഒരു വലിയൊരു ടീം തന്നെ ഫോഗട്ടിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിധി മിക്കപ്പോഴും ഈ ആർബിട്രേഷൻ കോടതിയിലാണ് ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ ആർബിട്രേഷൻ കോടതി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്, ഈ കേസ് ഒരു പക്ഷേ വിധി പുറപ്പെടുവിക്കുക ഇതിൻ്റെ ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിന് മുന്നോടിയായിട്ടായിരിക്കും ഒരു പക്ഷേ വിധി പ്രസ്താവിക്കുക എന്ന് തന്നെയാണ്. ഇന്നത്തെ ഈ കേസ് തന്നെ ഒരു പക്ഷേ പോസ്റ്റ്പോൺ ചെയ്യാൻ, മാറ്റിവെക്കാനാണ് സാധ്യത എന്നാണ് അന്തിമമായി ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു കേസ് ഇതുമായിട്ട് സമാനമായിട്ട് നമ്മൾ ഉന്നയിക്കേണ്ട മറ്റൊരു കേസ് ഈ ഫയൽ ചെയ്തിട്ടുള്ള വിനേഷ് ഫോഗട്ട് അന്താരാഷ്ട്ര കായിക കോടതിയിലാണ് ഈ കേസ് നൽകിയിട്ടുള്ളതെങ്കിലും, ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളതെങ്കിലും, മറ്റൊരു കേസ് ദില്ലി ഹൈക്കോടതിയിൽ ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെതിരെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റായ സഞ്ജയ് സിംഗിനെതിരെയുള്ള പരാതിയാണുള്ളത്. സഞ്ജയ് സിംഗ് അനാവശ്യമായിട്ട് ഒളിമ്പിക് വില്ലേജിൽ എത്തിയിട്ടുണ്ടെന്നും പല കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്നുണ്ടെന്നുമുള്ള പരാതിയാണ് വിനേഷ് ഫോഗട്ട് അവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ 2 കേസുകൾ, ഈ 2 കേസുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിലെന്തോ ഒത്തുകളിയുണ്ട് എന്നുള്ള സംശയം വ്യാപകമായിട്ട് ഉയരുന്നതും. ഈ ഫോഗട്ടിൻ്റെ ഈ 2 പരാതികളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുമ്പോഴാണ്. ഇത് ഈ ഹരീഷ് സാൽവെ ഇപ്പം ഹാജരായിട്ടുള്ളത് ഒളിമ്പിക് അസോസിയേഷന് വേണ്ടിയിട്ടാണ്. ഇതിന് പുറമെ നമ്മുടെ രാജ്യത്തിനകത്താണ് ഇങ്ങനെ ഒരു കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വാദം പിന്നീടാണ് അത് കേൾക്കാൻ സാധ്യതയുള്ളത്. ബിനു, ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയതിനെതിരെ വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജി അന്താരാഷ്ട്ര കായിക കോടതി പരിഗണിക്കുന്നു. വെള്ളി മെഡലിനായിട്ടാണ് അപ്പീൽ. വിശദാംശങ്ങളാണ് ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും സജീഷ നൽകിയത്.